ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ധനുമാസത്തിൽ തിരുവാതിര തുടങ്ങുകയായി. ഇന്ന് വൈകുന്നേരം തൊട്ട് മകയിര നോയമ്പ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരുവാതിരയുടെ ഐതിഹ്യങ്ങളും ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഹൈന്ദവർക്കിടയിലെ ഏറ്റവും പ്രശസ്തമായ ആഘോഷമാണ് തിരുവാതിര. മലയാള മാസമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ആഘോഷം നടത്തുന്നത്. അംബാദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള ആഘോഷം എന്ന അർത്ഥത്തിൽ അംബാവാടൽ എന്നും മാർഗഴി നീരാടൽ എന്നും തിരുവാതിര ആഘോഷം അറിയപ്പെടുന്നുണ്ട്. പരമശിവന്റെ പിറന്നാളായതിനാലാണ് ഈ ദിവസം തിരുവാതിരയായി ആഘോഷിക്കുന്നതെന്നും വിശ്വാസമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും തിരുവാതിര ആഘോഷിക്കുക പതിവുണ്ട്. തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യ കഥ കേൾക്കാം. പരമശിവനും പാർവതിയും തമ്മിൽ വിവാഹിതരായ ദിനമാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നത്. സതീദേവിയുടെ അച്ഛനാണ് ദക്ഷൻ. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം നടത്തി. എന്നാൽ ആ യാഗത്തിന് സ്വന്തം മകളായ സതീദേവിയെയോ ഭർത്താവായ പരമശിവനെയോ ക്ഷണിച്ചില്ല. അങ്ങനെ ആ ദക്ഷയാഗത്തിന് ക്ഷണിക്കാതെ തന്നെ സതീദേവി അവിടെ എത്തുകയും ക്ഷണിക്കാതെ എത്തിയ സതീദേവിയെ അച്ഛനായ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു. അതേ തുടർന്ന് സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. തൻ്റെ പത്നിയുടെ മരണത്തിൽ ദുഃഖിച്ച പരമശിവൻ കോപം സഹിക്കവയ്യാതെ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു. ശേഷം ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാനായി പുറപ്പെട്ടു. ഇതേ സമയം സതീദേവി പാർവതീദേവിയായി പുനർജനിച്ച് അച്ഛൻ്റെ അനുവാദത്തോടുകൂടി പരമശിവനെ ഭർത്താവായി ലഭിക്കുവാനായി ശിവനെ പൂജിക്കുവാനും തപസ് അനുഷ്ഠിക്കുവാനും തുടങ്ങി. അങ്ങനെയിരിക്കെ അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ശിവപുത്രന് മാത്രമേ അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നറിഞ്ഞ ദേവന്മാർ ശിവപാർവതിമാരെ ഒന്നിപ്പിക്കുവാനായി കാമദേവനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ആ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പബാണം അയച്ചു. തുടർന്ന് പരമശിവൻ പാർവതിയിൽ അനുരക്തനാവുകയും ചെയ്തു. എന്നാൽ അതിന് കാരണക്കാരനായ കാമദേവനെ അദ്ദേഹം തൻ്റെ കോപാഗ്നിയിൽ ദഹിപ്പിച്ചു. ഭർത്താവിൻ്റെ വേർപാടിൽ ഏറെ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതീദേവിക്ക് ഊണും ഉറക്കവും ഇല്ലാതെയായി. രതീദേവിയുടെ ദുഃഖം സഹിക്കവയ്യാതെ ദേവസ്ത്രീകളും ദുഃഖിതരായി വ്രതമനുഷ്ഠിച്ച് ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥനയും വ്രതത്തിലും സന്തുഷ്ടനായ പരമശിവൻ കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു. തുടർന്ന് ശിവഭഗവാൻ പാർവതീദേവിയെ സ്വീകരിക്കുകയും ചെയ്തു. പരമശിവനെ ഭർത്താവായി ലഭിച്ച പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും സന്തോഷിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് മകയിരം, തിരുവാതിര എന്നീ ദിവസങ്ങളിൽ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം. വിവാഹിതരായ സ്ത്രീകൾ ദീർഘസുമംഗലിയായിരിക്കുന്നതിനു വേണ്ടിയും കന്യകമാർ വേഗം വിവാഹം നടക്കാൻ വേണ്ടിയുമാണ് തിരുവാതിര വ്രതം നൽകുന്നത്. തിരുവാതിരയുടെ തലേ ദിവസമായ മകയിരം നാളിൽ വ്രതമനുഷ്ഠിക്കുന്നത് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണെന്നും വിശ്വാസമുണ്ട്. സൂര്യോദയത്തിന് മുമ്പേ തന്നെ കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ച് കുളിക്കാൻ, നോയമ്പ് നോൽക്കൽ, തിരുവാതിരകളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. പണ്ടുകാലത്ത് ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവനും ഏതെങ്കിലും ഒരു തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നാണ് തിരുവാതിര ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്നവ സ്വന്തം വീടുകളിൽ തന്നെ ആഘോഷിക്കുന്നതാണ് ഏറെയും. യഥാർത്ഥത്തിൽ രേവതി നക്ഷത്രം മുതലാണ് തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഒരാഴ്ചയോളം അതിരാവിലെ കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി ഗംഗാദേവിയെ ഉണർത്തി തുടിച്ചു കുളിക്കുന്നു. വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് തുടി എന്ന് പറയുന്നത്. പാട്ടുപാടി തുടിച്ചു കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മംഗല്യ തിലകം ചാർത്തി ദശപുഷ്പം ചൂടുന്നു. കറുക, കയ്യോന്നി, മുക്കൂറ്റി, നിലപ്പന, ഉഴിഞ്ഞ, ചെറുള, തിരുതാളി, മുയൽച്ചെവിയൻ, കൃഷ്ണക്രാന്തി, പൂവാങ്കുരുന്നില എന്നിവയാണ് ദശപുഷ്പങ്ങൾ. ഇതോടൊപ്പം പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ കുളി തിരുവാതിര ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇതോടൊപ്പം രാത്രികാലങ്ങളിൽ തിരുവാതിര കളിയും പാർവതീദേവി വെറ്റില മുറുക്കി ശിവനെ കാത്തിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായി അന്നേ ദിവസത്തിൽ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ 108 വെറ്റില മുറുക്കുന്ന പതിവുമുണ്ട്. ഇനി തിരുവാതിര വ്രതത്തെ പറ്റി അറിയാം. ശിവപാർവതിമാരുടെ പ്രീതി ലഭിക്കാനാണ് തിരുവാതിര നോയമ്പ് എടുക്കുന്നതെന്നും പറയപ്പെടുന്നു. ഈ നോയമ്പിന്
ആർദ്രവ്രതം എന്നും പറയുന്നുണ്ട്. തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് നോയമ്പ്. അരിഭക്ഷണം പാടെ ഒഴിവാക്കുന്നു. തിരുവാതിര നാളിനെ രാത്രിയിലാണ് ഉറക്കമൊഴിപ്പ് ചടങ്ങ് നടത്തുന്നത്. തിരുവാതിര അവസാനിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ മകയിരം നാളിൽ തന്നെയാണ് ഉറക്കമൊഴിക്കൽ ചടങ്ങ് ആചരിക്കുന്നത്. വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര അഥവാ പൂത്തിരുവാതിര എന്ന് പറയുന്നത്. അന്നേ ദിവസം നവവധുവിന് ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ എന്ന ചടങ്ങ് നടത്തുന്നത്. സ്ത്രീകളുടെ തിരുവാതിര കളിക്ക് ശേഷം ദശപുഷ്പം വെച്ച് വൃക്ഷച്ചോട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് പാതിരാപ്പൂ ചൂടൽ ചടങ്ങ്. ഇതിന് പ്രത്യേക പാട്ടും ഉണ്ട്. പാട്ടുപാടി അവസാനിക്കുന്നതിന് മുമ്പായി ദശപുഷ്പം വച്ചിരിക്കുന്ന വൃക്ഷച്ചോട്ടിലെത്തി പൂ ചൂടി വരികയാണ് ചടങ്ങ്. തിരുവാതിര സമയങ്ങളിൽ വീട്ടിൽ ഊഞ്ഞാൽ കെട്ടി അതിലാടുന്ന പതിവുമുണ്ട്. തിരുവാതിര ആഘോഷത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗം തന്നെയാണ് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ. കൂവക്കുറുക്ക് അഥവാ കൂവപ്പായസം, ഇളനീർ നൈവേദ്യം, എട്ടങ്ങാടിപ്പുഴുക്ക് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വിഭവങ്ങളും ഇതിൻ്റെ ഭാഗമായി പാകം ചെയ്യുക പതിവുണ്ട്. പ്രധാനമായും വിവിധ തരത്തിലുള്ള കിഴങ്ങുകളാണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചേർത്താണ് തിരുവാതിര പുഴുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല സ്ത്രീകൾ ഒരുങ്ങുന്നതിൽ ഈ തിരുവാതിരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ മൈലാഞ്ചി ഇടുക അങ്ങനെ ഉള്ള എല്ലാ ചടങ്ങുകളും ഇതിലുണ്ട് കേട്ടോ. വളരെ വിശേഷമാണ്. പല ക്ഷേത്രങ്ങളിലും ശിവപാർവതി ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം തുടങ്ങുന്നതൊക്കെ ഈ തിരുവാതിര തുടങ്ങുന്നതോടു കൂടിയാണ്. വളരെ പ്രത്യേകതയുള്ളതും നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്നതുമായിട്ടുള്ളൊരു കുറേ ചടങ്ങുകൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ തിരുവാതിര. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എന്നെ അറിയിക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണുന്നവരേക്കും ബായ്.